സുന്ദര സുന്ദര നിന്റെ സുന്ദരി എവിടെ സുന്ദരി. അടുത്ത അക്ഷരം സാ. ഇനി നിങ്ങൾ സായിൽ പാടി. ഒരു കാര്യം ചെയ്താൻ കണ്ണ, അടുത്ത പാട്ട് നിങ്ങൾ തന്നെ പാടി. അതെന്തടേ നീ അങ്ങനെ പറഞ്ഞേ? എടി ഓമനെ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എടി കൂടെ പാടുപാടാൻ വിളിക്കാൻ? അതെന്ത്? എനിക്ക് എന്തൊരു കുഴപ്പം? എന്റെ കെട്ടിയോളവിന്റെ എന്നെ വിളിക്കാതെ നിങ്ങളെ വിളിക്കണോ? തങ്കം വലിയ അലിമ്പാവസുടന്റെ ഈ അന്താക്ഷരി മത്സരത്തിൽ നിന്ന് ഈ ടീമിനെ പുറത്താക്കണം. എന്നെ നിങ്ങൾക്ക് എന്തിരെന്നെ? ഇതാ എന്തിരടി ഓമനെ? നിങ്ങൾ ഏത് പാട്ട് പാടിയേ? സായിലുള്ള പാട്ട് എന്ത് സായിലല്ലേ പാടണ്ടേ? തങ്കം പാടിയ പാട്ട് തങ്കന് മാത്രമേ അറിയാവൂ, ഇവിടെ വേറെ ആർക്കും അറിഞ്ഞൂടാ. ഇതെവിടത്തെ ന്യായം? നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടെന്ന് പറഞ്ഞ് ഞാൻ പാടിയ പാട്ട് പാട്ടല്ലാതാവൂ? പ്രസിഡന്റ്, ഞങ്ങൾ ഔട്ടാക്കല്ലേ. ഞാൻ വേറെ പാട്ട് പാടാം, തങ്കണ്ണനെ കാര്യമായിട്ട് എടുക്കണ്ട. നീ എന്തിരടി പറയണേ? എന്റെ പാട്ടിന് എന്തൊരു കുഴപ്പം? തങ്കണ്ണ ഉണ്ടാക്കി പാടിയ പാട്ടാ, അങ്ങനെ ഒരു പാട്ട് ഈ ലോകത്തിലില്ല എന്ന് നീ പറഞ്ഞാ മതിയാ? ഇങ്ങനൊരു പാട്ടില്ല, ഞങ്ങൾ ആരും സമ്മതിച്ചു തരൂല. വേണ്ട, എന്നാ ഞാൻ കളിക്കണില്ല, ഞാൻ പോണ്. എന്നാ അതാ നല്ലത്, പോ. നിങ്ങൾ പോയാൽ ഞാൻ കൂടെയാണ് പോകേണ്ടി വന്നത്. അല്ലിപ്പോ കാണിക്കല്ലേ, ഇനി നിങ്ങൾ പാടണ്ട, ഞാൻ പാടിക്കൊള്ളാം. ഷെടാ, ഇപ്പൊ ഞാൻ ഒറ്റ. ഇത് പോട്ടെ, ഇനി അങ്ങോട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ. ഇത് എന്നെ തോപ്പിക്കാൻ. എന്റെ അയ്യോ, അല്ലെങ്കിൽ അങ്ങ് ജയിച്ചു നിൽക്കല്ലേ. വേണ്ട, എന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. തങ്ക അലിമ്പുണ്ടാക്കിയ ഇപ്പം തന്നെ പുറത്താക്കുന്നതാണ്. തങ്കണ്ണ, ഞാൻ നിർത്തിയോ മോനെ, നിർത്തിയോ? അടുത്ത സായുന്ന അക്ഷരത്തിൽ വിക്രമനും വേദനം പാടിക്കോളൂ. ഞാൻ പാടാം. ഓക്കേടാ, നീ പാടിക്കോ. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, അവൻ തുടങ്ങി. എന്താ തങ്കന് പറയാനുള്ളത്? ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ഈ ടീമിനെ ഇപ്പം തന്നെ ഔട്ടാക്കണം. എല്ലാവർക്കും അറിയാന്നുള്ളതിൽ ഇവിടെ പ്രസക്തിയില്ല. എനിക്കറിഞ്ഞൂടാ, അത് എന്നെ കാര്യം. തങ്ക കൊച്ചു കുട്ടിയൊക്കെ വരെ അറിയാന്നുള്ള പാട്ടായത്. അതിനിവിടെ പ്രസക്തിയില്ല. പ്രസിഡന്റിലെ കുറച്ച് എത്തിയ പറഞ്ഞ എല്ലാവർക്കും അറിയാന്നുള്ള പാട്ട് വേണം പാടാനെന്ന്. എനിക്ക് ഈ പാട്ട് അറിഞ്ഞൂടാ. എന്റെ അയ്യോ, ഇവനെ കൊണ്ടൊരു ശല്യമായല്ലോ. എടി, ആ ഫോണിഞ്ഞെടുത്തേ. ഇതാണ് പാട്ട്. ആ, ഒരാളെങ്കിലും കേട്ടിട്ടുള്ള പാട്ടാണെങ്കിൽ ആ പാട്ടിന് കുഴപ്പമൊന്നുമില്ല. എന്നെ തോപ്പിക്കാൻ എനിക്കെതിരായിട്ട് ഓരോ നിയമങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇതെവിടത്തെ ന്യായം? ഇതിവിടത്തെ നേപ്പത്തില്ലെങ്കിൽ നീ പൊയ്ക്കോ. അങ്ങനെ ഞാൻ ഇപ്പം പോണില്ല. എന്നിട്ട് വേണം എന്റെ ഓമനെ തോക്കാൻ. നീ പോയാൽ തന്നെ ആ പാവം പെണ്ണ് ജയിക്കും. ഒരു ഉണക്ക അന്താക്ഷരി മത്സരം. തങ്കം വല്ലാതെ അതിര് കടക്കുന്നു. ഇപ്പം തന്നെ മത്സരത്തിൽ നിന്ന് ഞാൻ പുറത്താക്കും. പിന്നെ ഇതിൽ മത്സരിച്ചിട്ട് വേണം എനിക്ക് അങ്ങ് കോടികൾ കിട്ടാൻ. അപ്പോ ഇതാര് നാഗവല്യ? എന്തടി ഇങ്ങനെ നോക്കണേ? എന്നെ പേടിപ്പിക്കാതെ നീ. ഇതിൽ കാണിക്കണേ ഇതെന്തര്? നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കുവോ? ഞാൻ ഇനി എന്തൊരു ചെയ്യണോ മോനെ, നീ പറ. നിങ്ങൾ വാ പൂട്ടി മിണ്ടാതിരിക്കണം. അതൊന്നും കാണിക്കല്ലേ. നിങ്ങൾ ഇനി പാട്ടൊന്നും പാടണ്ട, ഞാൻ പാടിക്കൊള്ളാം. ഓടി സമ്മതിച്ച്. ഞാൻ ഇനി പാടൂല, നീ തന്നെ പാട്. കുടുംബ പ്രശ്നം കഴിഞ്ഞെങ്കിൽ ഇനി മത്സരത്തേക്ക് കിടക്കാം. ഓ, ഞാൻ ഇനി അലമ്പൊന്നും ഉണ്ടാക്കൂല. എന്നാ പിന്നെ അടുത്ത അക്ഷരം പാ. സൈനത്താത്ത പാടിക്കോ പായല്. എന്തൊരു പല്ല? വായു തുറന്ന് പിടിച്ചങ്ങോട്ട് പല്ലെന്ന. നമുക്കെല്ലാവർക്കും അറിയാതെ പല്ല് തന്നെ. എനിക്ക് മതിയായി, ഞാൻ പോണ്. ഇടി നില്ലടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ജയിക്കാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞ്. അതെന്തൊരു വഴി മനുഷ്യ? ഈ താത്ത പാടിയ പാട്ട് ഞാൻ കേട്ടിട്ടില്ലടി. ഇങ്ങനെ ഒരു പാട്ടില്ലാവോ?